പശ്ചിമേഷ്യൻ യുദ്ധം അന്തമില്ലാതെ തുടരുന്നതിനിടെ പുതിയ മേഖലകളിലേക്ക് അമേരിക്ക യുദ്ധം വ്യാപിപ്പിക്കുകയാണ്. ഇന്നലെ ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഗാർക്ക് ദ്വീപ് ലക്ഷ്യമിട്ടായിരുന്നു യുഎസിന്റെ ആക്രമണം. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചതും. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്ന ഗാർക്ക് ദ്വീപ് ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ ലക്ഷ്യമിട്ടാണ്. എന്നാൽ ഗാർഗിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ല എന്നും സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത് എന്നുമാണ് ട്രംപ് പറയുന്നത്. എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്നും എന്നാൽ വൈകാതെ അതും ലക്ഷ്യമാകും എന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് ശക്തമായ ഭാഷയിൽ ഇറാൻ മറുപടി നൽകിയിട്ടുമുണ്ട്. ഇറാനിലെ എണ്ണ ഉൽപാദന നിലയങ്ങൾ ആക്രമിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് പങ്കാളിത്തമുള്ളതോ യുഎസ് സഹകരിക്കുന്നതോ ആയ എല്ലാ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയിലെ ഇത്തരം എല്ലാ എണ്ണ ഉൽപാദന കമ്പനികളുടെയും മുഴുവൻ സന്നാഹങ്ങളും ചാരമാക്കി കളയുമെന്നാണ് ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതിനിടെ യുദ്ധം കൂടുതൽ രൂക്ഷമാക്കുമെന്ന സൂചന നൽകി അമേരിക്കയുടെ കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ പുതിയ പടക്കപ്പലടക്കം ഇറാൻ തീരം ലക്ഷ്യമാക്കി എത്തുന്നുമുണ്ട്. ഗാർക്ക് ദ്വീപിൽ വ്യോമാക്രമണം നടത്തിയെന്ന് അവകാശപ്പെട്ടതിന് പിന്നാലെ വ്യത്യസ്ത ബോംബാക്രമണങ്ങളുടെ വീഡിയോയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ചിരുന്നു. അടിക്കുറിപ്പ് നൽകാതെയുള്ള ഈ വീഡിയോകൾ ഗാർഗിൽ നടന്ന ആക്രമണത്തിൻ്റെതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയോ സ്ഥിരീകരണമോ ഇല്ല. തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ വീഡിയോകൾ പങ്കുവച്ചത്. വിവിധയിടങ്ങളിൽ ബോംബാക്രമണം നടത്തുന്നതിന്റെ 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഒന്നിലധികം ലക്ഷ്യങ്ങൾ ആക്രമിക്കപ്പെടുന്നതും ബോംബുകൾ വർഷിക്കുന്നിടത്ത് നിന്ന് കറുത്ത പുക ഉയരുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ബോംബാക്രമണമായാണ് ഗാർഗിലെ ആക്രമണത്തെ ട്രംപ് വിശേഷിപ്പിച്ചത്. ഗാർക്ക് ദ്വീപിൽ 15ലധികം സ്ഫോടനങ്ങൾ ഉണ്ടായെങ്കിലും എണ്ണയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടില്ല എന്നും ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ ഇറാന്റെ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ അടക്കം തകർന്നതായാണ് റിപ്പോർട്ട്. ദ്വീപിലെ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ, എയർപോർട്ട് കൺട്രോൾ ടവർ, ഹെലികോപ്റ്റർ ഹാങ്ങർ തുടങ്ങിയവയാണ് തകർന്നത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതേസമയം ഇറാനെതിരായ ആക്രമണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക കൂടുതൽ സൈനികരെയും യുദ്ധക്കപ്പലും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. 31ാമത് മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റും യുദ്ധക്കപ്പലായ USS ട്രിപ്പോളിയും കൂടി പശ്ചിമേഷ്യൻ തീരത്തേക്ക് എത്തിക്കുമെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു പുറമെ 2500 മറൈൻ സേനകളെയും കടലിൽ നിന്ന് കരയിലേക്ക് സൈനികരെ ഇറക്കാൻ ഉപയോഗിക്കുന്ന അംബിബിയസ് അസോട്ട് യുദ്ധക്കപ്പലും പശ്ചിമേഷ്യയിലേക്ക് അയക്കാൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിവേഗത്തിൽ പ്രതികരിക്കാൻ പരിശീലനം ലഭിച്ച സൈനിക വിഭാഗമാണ് മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റുകൾ. കരയിലും കടലിലും ഒരുപോലെ ആക്രമണങ്ങൾ നടത്താൻ ഇവർക്ക് കഴിയും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എംബസി സുരക്ഷിതമാക്കൽ, അപകടങ്ങളിൽ പൗരരെ ഒഴിപ്പിക്കുക തുടങ്ങിയവയിൽ ഇവർ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ സാഹചര്യത്തിൽ ഇവരെ കൂടി ഇറാൻ മേഖലയിലേക്ക് എത്തിക്കുന്നത്. ഇത് ഇറാനെതിരെ കൂടുതൽ കരുത്തുറ്റ ആക്രമണങ്ങളിലേക്ക് കടക്കുന്നതിന്റെ സൂചനയായി കാണേണ്ടി വരും. നിലവിൽ US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ US നാവികസേനയുടെ 12 കപ്പലുകൾ അറബിക്കടലിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ USS ട്രിപ്പോളി കൂടി ചേരുന്നതോടെ എബ്രഹാം ലിങ്കന് ശേഷം ഇറാന് സമീപം നങ്കൂരമിടുന്ന 2ാമത്തെ വലിയ യുദ്ധക്കപ്പലായിരിക്കും അത്. നിലവിൽ മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റും USS ട്രിപ്പോളിയും ജപ്പാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ സമീപകാലത്തോ അല്ലെങ്കിൽ US-ന്റെ ചരിത്രത്തിൽ തന്നെയോ നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണ് ഇറാനിലേത് എന്ന് കരുതേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ സൈനിക വിന്യാസം നടത്തിയിട്ട് പോലും എന്ത് നേടി എന്ന ചോദ്യം ബാക്കിയാകും. ഇറാനിലെ 15,000-ൽ-അധികം ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിച്ചതായി അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. അതായത് യുദ്ധം ആരംഭിച്ച ദിവസം മുതൽ ഇതുവരെ 15 ദിവസങ്ങളിലായി പ്രതിദിനം ശരാശരി 1000-ൽ-അധികം ആക്രമണങ്ങൾ. ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കുക, മിസൈൽ ശേഷി ഇല്ലാതാക്കുക, ഭരണമാറ്റം കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാണ് ആക്രമണം ആരംഭിച്ചത്. 15,000-ൽ-അധികം കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടും ഞങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ വരുത്തി ഇറാനിൽ എന്ന അവകാശവാദത്തിനപ്പുറം എന്ത് ലക്ഷ്യമാണ് നേടിയത് എന്ന് ചോദിച്ചാൽ അമേരിക്ക ഒരുപക്ഷെ കൈമലർത്തും. അതിനിടെ ഇറാനിലെ എണ്ണ ഉൽപാദന നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയുമായി ബന്ധമുള്ള എണ്ണ ഉൽപാദന നിലയങ്ങളെയും ആക്രമിക്കുമെന്നാണ് ഇറാൻ സൈനിക വക്താവ് മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ പശ്ചിമേഷ്യയിൽ US-ന് ഓഹരി പങ്കാളിത്തമുള്ളതോ US-മായി സഹകരിക്കുന്നതോ ആയ
എണ്ണ കമ്പനികളുടെ എല്ലാ സന്നാഹങ്ങളും തകർത്ത് ചാരമാക്കുമെന്ന് വക്താവ് പറഞ്ഞിട്ടുണ്ട്. ഗാർഗ് ദ്വീപിലെ ഇറാന്റെ സൈനിക താവളങ്ങൾ അമേരിക്ക ആക്രമിച്ചതായും അടുത്തതായി എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കറുത്ത സ്വർണത്തിന്റെ കവാടം എന്നാണ് ഇറാനിലെ ചെറു പവിഴപ്പുറ്റായ ഗാർഗ് ദ്വീപ് അറിയപ്പെടുന്നത്. കേവലം 8 കിലോമീറ്റർ നീളവും 5 കിലോമീറ്റർ വീതിയുമുള്ള ഈ ചെറുദ്വീപാണ് ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ല്. ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഈ ദ്വീപ് കേന്ദ്രീകരിച്ചാണ്. ഇറാനിയൻ എണ്ണ കയറ്റുമതി മേഖലയുടെ ഹൃദയം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഈ ചെറുദ്വീപിനെ. ആ ഹൃദയം തകർക്കുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. ഗാർഗിനെ തകർത്താൽ ഇറാനെ സാമ്പത്തികമായും അല്ലാതെയും പ്രതിസന്ധിയിലാക്കാമെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു. പക്ഷേ യുദ്ധം ആരംഭിച്ച് 14 ദിവസം പിന്നിട്ടിട്ടും ഗാർഗിനെ ലക്ഷ്യം വെച്ച് ഒരിക്കൽ പോലും അമേരിക്കയോ ഇസ്രയേലോ സൈനിക നടപടികൾ ആസൂത്രണം ചെയ്തിട്ടില്ല. ഇറാൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഗാർഗ് എന്നിരിക്കെ അത് തകർത്താൽ ഇറാനെ സാമ്പത്തികമായും തകർക്കാം എന്ന് അറിയാമായിരുന്നിട്ടും അമേരിക്കയോ ഇസ്രയേലോ അതിന് ആദ്യം തയ്യാറാകാത്തതിനും ചില കാരണങ്ങളുണ്ട്. ഗാർഗ് ദ്വീപ് ആക്രമിക്കുന്ന കാര്യം ഇതുവരെ യുഎസോ ഇസ്രയേലോ ആലോചിച്ചിരുന്നില്ല. ഇപ്പോഴും ഗാർഗിലെ എണ്ണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഒരു ആക്രമണത്തിനും യുഎസ് തയ്യാറായിട്ടുമില്ല. ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ദ്വീപ് ആക്രമിക്കുന്നതിലൂടെ ഇറാന്റെ ശ്രദ്ധ ദ്വീപ് സംരക്ഷിക്കുന്നതിലേക്ക് തിരിയും. ഈ സാഹചര്യം നോക്കി ഇറാനിലെ ആണവ വസ്തുക്കൾ സുരക്ഷിതമാക്കുന്നതിനോ അല്ലെങ്കിൽ നിർവീര്യമാക്കുന്നതിനോ വേണ്ടിയുള്ള പ്രത്യേക സൈനിക നീക്കങ്ങൾ നടത്താമെന്ന് യുഎസ് ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അപ്പോഴും ദ്വീപിലെ എണ്ണ ഉൽപാദക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കാത്തതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങളുമുണ്ട്. അത് പ്രത്യേകിച്ചും ആഗോള സാമ്പത്തിക എണ്ണ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ്. ഗാർഗ് ദ്വീപ് ആക്രമിക്കപ്പെട്ടാലോ പിടിച്ചെടുക്കപ്പെട്ടാലോ അത് ഇറാന്റെയും ലോകത്തിന്റെ ആകെയും സാമ്പത്തിക ഊർജ്ജ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. നിലവിൽ ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% ഗാർഗ് കേന്ദ്രീകരിച്ചാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ സാഹചര്യത്തിൽ ഇവിടെ ഒരു ആക്രമണം നടന്നാൽ അത് എണ്ണ കയറ്റുമതി നിർത്തിവെക്കപ്പെടുന്നതിന് ഇടയാക്കും. നിലവിൽ 4 മില്യൺ ബാരൽ വരെ എണ്ണ ഇവിടെ നിന്ന് കയറ്റിപ്പോകുന്നത് ഒരർത്ഥത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ നിലയ്ക്കും. ഇറാന്റെ എണ്ണ ഉൽപാദനവും ആനുപാതികമായി പകുതിയോ അതിലധികമോ കണ്ടു കുറയും. ഇത് ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ല് തകർക്കുന്നതിനൊപ്പം ആഗോള എണ്ണവില കുത്തനെ ഉയരുന്നതിനും ഇടയാക്കും. കാരണം ആഗോള എണ്ണ വിതരണത്തിന്റെ ഏകദേശം 4.5% സംഭാവന ചെയ്യുന്നത് ഇറാനാണ് എന്നിരിക്കെ ഗാർഗിൽ നിന്നുള്ള ഈ എണ്ണ വിതരണം താൽക്കാലികമായെങ്കിലും തടസ്സപ്പെടുന്നത് ആഗോള എണ്ണ വിപണിയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി വലുതായിരിക്കും. നിലവിൽ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചപ്പോൾ തന്നെ ആഗോള എണ്ണ വിപണിയിൽ ക്രൂഡ് ബാരലിന് വില $120 വരെ എത്തിയിട്ടുണ്ട്. അത് ഇനിയും വർദ്ധിച്ച് $150 വരെ എത്തിയേക്കുമെന്നും സൂചനകളുണ്ട്. പക്ഷേ ഗാർഗ് തകർന്നാൽ ക്രൂഡ് വില പിന്നെയും പല മടങ്ങ് വർദ്ധിക്കും. ഫലമോ ഇന്ത്യ അടക്കം പല വിപണികളിലും പെട്രോൾ ഡീസൽ വില കുത്തനെ കുതിച്ചു കയറും. മാത്രമല്ല തങ്ങളുടെ ഹൃദയം തകർത്താൽ ഇറാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇറാന്റെ പ്രതികാരം സൗദിയിലെയും യുഎഇയിലേതും ഉൾപ്പെടെ അമേരിക്കയ്ക്ക് പങ്കാളിത്തവും സഹകരണവുമുള്ള ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. അതോടെ പ്രവചിക്കാനാകാത്ത പ്രതിസന്ധിയിലായിരിക്കും അത് ലോകത്തെ തള്ളിവിടുക. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് ഇറാന്റെ ഗാർഗ് ലക്ഷ്യം വെച്ചുള്ള ഒരു സൈനിക നടപടിക്ക് അമേരിക്കയോ ഇസ്രയേലോ മുതിരാൻ ധൈര്യം കാണിക്കാത്തത്.